Welcome to Entrance Physics 46. Wave optics in the polarization, diffraction. ഇതിൻ്റെ ചില പോയിൻറ്റ്സ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സും എല്ലാം കൂടെ ചേർത്ത് ചില പോയിൻറ്റ്സ് ആദ്യം പറയാം. നേരത്തെ ഒത്തിരി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ. ആവശ്യമുള്ളവർ വ്യക്തമായിട്ട് കോൺസെപ്റ്റ് അറിയാൻ അത് വ്യൂ ചെയ്യുക. ആദ്യം ഈ ലൈറ്റ് വൈബ്രേഷൻസ് എന്ന ഈ പോളറൈസേഷനിലൊക്കെ കാണാം. വൈബ്രേഷൻസ് ഇൻ ലൈറ്റ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൈറ്റ് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവാണ്. അതിൽ ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡും ഓസിലേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. അതിൻ്റെ ഓസിലേറ്റിംഗ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡാണെങ്കിൽ അതിൻ്റെ സ്ട്രെങ്ത് കൂടുകയും കുറയുകയും ചെയ്യുന്നു. ഡയറക്ഷൻ ഇങ്ങനെ പീരിയോഡിക്കായിട്ട് ഒരു ഡയറക്ഷനിൽ പോകുന്നു, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്നു, വീണ്ടും തിരിച്ച് ഒറിജിനൽ ഡയറക്ഷനിൽ വരുന്നു, ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിനെ ഇലക്ട്രിക് വെക്റ്റർ എന്നാ പറയും. ഈ ഇലക്ട്രിക് വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഒരു ക്രമമായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ലൈറ്റിൽ. ഇതുപോലെ മാഗ്നറ്റിക് ഫീൽഡ് വെക്റ്ററും ചേഞ്ച് ചെയ്തുകൊണ്ട് ഇരിക്കുക. അപ്പോൾ ഇതിൽ ഇലക്ട്രിക് ഇലക്ട്രിക് ഫീൽഡാണ് ഒരു ലൈറ്റിൻ്റെ എല്ലാ പ്രതിഭാസങ്ങളിലും പങ്കാളിയാവുന്നത്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ആക്ഷനാണ് ലൈറ്റ് കാണിക്കുന്ന. ഇപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആയാലും എന്ത് എഫക്റ്റ് എടുത്താലും അതെല്ലാം ഇലക്ട്രിക് ഫീൽഡിൻ്റെ ആക്ഷൻ കൊണ്ടാണ് നടക്കുന്നത്. അപ്പോൾ ലൈറ്റിലെ പ്രധാന ഘടകം എന്ന് പറയുന്നത് ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡാണ്. മാഗ്നറ്റിക് ഫീൽഡിന് അവിടെ ആ കാര്യത്തിൽ വലിയ റോളൊന്നുമില്ല. അതുകൊണ്ട് ഈ ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ അതിനെയാണ് ലൈറ്റ് വൈബ്രേഷൻസ് അല്ല ലൈറ്റ് വെക്റ്റർ എന്നൊക്കെ പറയുന്നത്. ഇപ്പം ലൈറ്റ് വൈബ്രേഷൻസ് എന്ന് കേട്ടാൽ ഉടൻ തന്നെ ഇലക്ട്രിക് വൈബ്രേഷൻസ്, ആ ലൈറ്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് വൈബ്രേറ്റ് ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഇത് പറയുന്നത്. ഈ ലൈറ്റിൻ്റെ വെലോസിറ്റി സി കാണാനൊരു ഫോർമുല ഉണ്ടല്ലോ. ഇൻറ്റൻസിറ്റി ഓഫ് അറ്റ് എനി ഇൻസ്റ്റൻറ്റ്, ഒരു ഇൻസ്റ്റൻറ്റിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് എത്രയാണോ ദാറ്റ് ഡിവൈഡഡ് ബൈ അതേ ഇൻസ്റ്റൻറ്റിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് E/B, ദാറ്റ് ഈസ് വെലോസിറ്റി ഓഫ് ലൈറ്റ്. അത് മാക്സിമം വാല്യൂ E0/B0 എന്ന് എടുക്കാം. അപ്പോൾ എന്തായാലും E/B ഒരേ ഇൻസ്റ്റൻറ്റിലുള്ള വാല്യൂസ് ആയിരിക്കണം എന്നുള്ളതേ ഉള്ളൂ. ഇലക്ട്രിക് ഫീൽഡ് ഏത് ഇൻസ്റ്റൻറ്റിലെ വാല്യൂ എടുത്തോ അതേ ഇൻസ്റ്റൻറ്റിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ എടുത്ത് റേഷ്യോ എടുത്താൽ ദറ്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് ലൈറ്റ്. ലൈറ്റിൻ്റെ വെലോസിറ്റിക്ക് ഉള്ള മറ്റൊരു ഫോർമുലയാണ് 1/√of μ0ε0. ഇതെല്ലാം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്. മറ്റൊരു സവിശേഷത, ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും സെയിം ഫേസിലാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. ഒന്ന് മാക്സിമത്തിലെത്തുമ്പോൾ മറ്റേത് മാക്സിമത്തിലെത്തും. ഒന്ന് മീൻ പൊസിഷൻ വരുമ്പം മറ്റേത്, അല്ലെങ്കിൽ ഒന്ന് 0 ആകുമ്പോൾ മറ്റേത് 0 ആകും. ഒന്ന് നെഗറ്റീവ് ആവും മറ്റേത് നെഗറ്റീവ് ആവും. അപ്പോൾ സെയിം ഫേസിലാണ് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ലൈറ്റിൽ വൈബ്രേറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട പോയിൻറ്റുകളാണ്. സെയിം ഫേസാണ്, ഓർ ഫേസ് ഡിഫറൻസ് ഈസ് 0. പിന്നെ ലൈറ്റിൻ്റെ എഫക്റ്റ് ആക്ഷൻസ് എല്ലാം കാരണക്കാരൻ ഇലക്ട്രിക് ഫീൽഡാണ്. മറ്റൊരു പോയിൻ്റ്, ജനറലായിട്ടുള്ളൊരു ഫിഗറായത് ലൈറ്റ് പ്രോപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷനായി ഈ കാണിച്ചിരിക്കുന്നതിരിക്കട്ടെ, ലെറ്റ് ഇറ്റ് ബി Z ഡയറക്ഷൻ ഓർ Y ഡയറക്ഷൻ. ഇത് എങ്കിൽ ഇതിന് പെർപെൻഡിക്കുലറായിട്ടുള്ള 2 ആക്സസ് ആണല്ലോ OZ OX. ലൈറ്റ് Y ഡയറക്ഷനിൽ പ്രോപ്പഗേറ്റ് ചെയ്യുന്നു എന്ന് സങ്കല്പിച്ചാൽ ഇതിലെ ഇലക്ട്രിക് ഫീൽഡ് Z ഡയറക്ഷനിൽ വൈബ്രേറ്റ് ചെയ്യുന്നു, മാഗ്നറ്റിക് ഫീൽഡ് X ഡയറക്ഷനിൽ വൈബ്രേറ്റ് ചെയ്യും. മൂന്നും പരസ്പരം ലംബം പെർപെൻഡിക്കുലറാണ്.
direction of propagation and direction of electric vector, they make 90 degree with each other. Direction of light propagation and B vector make 90 degree, E and B make 90 degree. ഈ ബി എന്ന് പറഞ്ഞാൽ μ0 ഇൻറ്റു ക്യാപിറ്റൽ എച്ച്. ക്യാപിറ്റൽ എച്ചിന് ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്നാണ് പറയുക. അതിൻ്റെ യൂണിറ്റ് ആംപിയർ പെർ മീറ്റർ. ഈ ലൈറ്റ് അതിൻ്റെ കൂടെ എനർജി കൊണ്ടുപോകുന്നുണ്ടല്ലോ, ലൈറ്റ് എനർജി. അപ്പോൾ ലൈറ്റ് എങ്ങോട്ട് പ്രോപ്പഗേറ്റ് ചെയ്യുന്നു അങ്ങോട്ട് തന്നെ എനർജിയുടെ സഞ്ചാരവും. ആ എനർജിയുടെ മെഷർ, എനർജി പാസിങ് ത്രൂ യൂണിറ്റ് ഏരിയ ഇൻ യൂണിറ്റ് ടൈം, അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു വെക്റ്റർ ഉപയോഗിച്ചാണ് അതിനെ പോയിൻറ്റിങ് വെക്റ്റർ എന്ന് വിളിക്കുക. പോയിൻറ്റിങ് വെക്റ്റർ, പോയിൻറ്റിങ് വെക്റ്റർ, POINTING, പോയിൻറ്റിങ് വെക്റ്റർ എന്ന് പറയും. S ഈസ് E cross H, where H is B by μ0. E cross H എന്ന് പറഞ്ഞാൽ ഇക്കും എച്ചിനും പെർപെൻഡിക്കുലർ ആയിരിക്കും. ചുരുക്കത്തിൽ S ഈസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് E ആൻഡ് H. അത് ഡയറക്ഷൻ ഓഫ് പ്രോപ്പഗേഷൻ ആയി എസ്. ഇയും എച്ചും എസും മ്യൂച്വലി പെർപെൻഡിക്കുലർ എന്ന് ഈ വെക്റ്റർ പ്രോഡക്റ്റിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാം. അതിൻ്റെ അർത്ഥം ഈ പോയിൻറ്റിങ് വെക്റ്റർ റിവീൽസ് ദി ഫാക്ട് ദാറ്റ് ലൈറ്റ് ഈസ് എ ട്രാൻസ്വേഴ്സ് വേവ്. കാരണം അതിൽ 3 ഘടകങ്ങൾ പറയണം: പ്രോപ്പഗേഷൻ ഡയറക്ഷൻ, ഇയുടെ ഡയറക്ഷൻ, എച്ചിൻ്റെ ഡയറക്ഷൻ. ഇത് 3ഉം മ്യൂച്വലി പെർപെൻഡിക്കുലറാണ്. പ്രോപ്പഗേഷൻ ഡയറക്ഷൻ പെർപെൻഡിക്കുലറായിട്ട് വൈബ്രേഷൻ നടക്കുന്നതാണല്ലോ ട്രാൻസ്വേഴ്സ് വേവ്. അപ്പോൾ S ഈക്വൽസ് E ക്രോസ് H എന്ന് പറയുന്നത് ദറ്റ് റെപ്രസെൻറ്റ്സ് ഓർ റിവീൽസ് ദി ട്രാൻസ്വേഴ്സ് നേച്ചർ ഓഫ് ലൈറ്റ് വേവ്സ്. ട്രാൻസ്വേഴ്സ് നേച്ചർ പ്രകടിപ്പിക്കുന്ന പ്രതിഭാസമാണ് പോളറൈസേഷൻ ഓഫ് ലൈറ്റ്. ഇൻ്റർഫറൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേവ് നേച്ചർ പ്രകടമാക്കുന്ന എക്സ്പെരിമെൻ്റ്. ഇൻ്റർഫറൻസ് നടക്കണമെങ്കിൽ ട്രാൻസ്വേഴ്സ് വേവ് ആയിരിക്കണം നിർബന്ധമൊന്നുമില്ല. ലോഞ്ചിറ്റ്യൂഡിനൽ വേവിനും ഇൻ്റർഫറൻസ് കാണിക്കാം. സൗണ്ട് ഇൻ്റർഫറൻസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ബോത്ത് ട്രാൻസ്വേഴ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എക്സിബിറ്റ് ഇൻ്റർഫറൻസ്, ബട്ട് only transverse waves exhibit polarization phenomenon. അടുത്ത പോയിൻ്റ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് എനർജി. ലൈറ്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് അതിൻ്റെ കൂടെ കൊണ്ട് നടക്കുന്ന എനർജി ½ μ0h² അല്ലെങ്കിൽ ½ v²/μ0, അത്രയും ജൂള്. ഇപ്പോൾ യൂണിറ്റ് വോളിയത്തിലൊക്കെ പറയും, അതിനേക്കാളും ജൂളെന്ന് പറഞ്ഞാൽ മതി. ഇലക്ട്രിക് ഫീൽഡ് എനർജി എന്ന് പറഞ്ഞാൽ ½ ε0e². അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് എനർജി അസോസിയേറ്റഡ് വിത്ത് ലൈറ്റ് ഈസ് സം ഓഫ് ദീസ് ടു, ½ ε0e² പ്ലസ് ½ μ0h². അതാണ് ടോട്ടൽ എനർജി കണ്ടൻറ്റ് ഓഫ് എനി ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. അടുത്ത പോയിൻ്റ് ഇപ്പോൾ ഒരു ലൈറ്റ് വേവ് ഇസഡ് ആക്സിസിൻ്റെ ഡയറക്ഷനിൽ പ്രോപ്പഗേറ്റ് ചെയ്യുന്നു എന്നിരിക്കട്ടെ. ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻറ്റിലെ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റിയുടെ അളവാണ് E0 എന്ന് പറഞ്ഞാൽ മാക്സിമം, ആ ഫീൽഡിനുണ്ടാകുന്ന മാക്സിമം വാല്യൂ. ഓസിലേറ്റ് ചെയ്യുമ്പോൾ ഫീൽഡ് മാക്സിമം, 0 മാക്സിമം, ഇങ്ങനെ നെഗറ്റീവ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതിൻ്റെ പീക്ക് വാല്യൂ അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ലെറ്റ് ഇറ്റ് ബി E0x എങ്കിൽ വേവ് ലെങ്ത് ലാംഡ, വെലോസിറ്റി c, ലൈറ്റ് പോകുന്ന സഞ്ചാര പാത ഇസഡ് ആക്സിസ് എങ്കിൽ E ഈക്വൽസ് E0x സൈൻ 2π/λ ഇൻറ്റു CT മൈനസ് Z. ഇതൊരു വേവ് ഇക്വേഷനാണ്. ഇങ്ങനെ വേവ് ഇക്വേഷൻ കണ്ടാൽ
അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഈ ഇലക്ട്രിക് ഫീൽഡ് എക്സ് ഡയറക്ഷനിൽ ഓസിലേറ്റ് ചെയ്യുന്നു എന്നാണ് ഇവിടെ എക്സ് ഇട്ടാൽ അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് ഒരു പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിൻ്റെ ഇക്വേഷൻ. ഒരു സിംഗിൾ പ്ലെയിനിൽ മാത്രം വൈബ്രേഷൻ നടക്കുന്നത് ആ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്. അപ്പോൾ ഇലക്ട്രിക് വൈബ്രേഷൻ ഏതെങ്കിലും ഒരു പ്ലെയിനിൽ ഒരു ഡയറക്ഷനിൽ എക്സ് ഡയറക്ഷനോ ഇസഡ് ഡയറക്ഷനോ വൈ ഡയറക്ഷൻ ഏതെങ്കിലും ഒരു ഡയറക്ഷൻ മാത്രം കാണിക്കുമ്പോൾ അത് പ്ലെയിൻ പോളറൈസ്ഡ് ആയി. ഇവിടെ ഇപ്പോൾ എക്സ് ഡയറക്ഷനാണ് കാണിച്ചിരിക്കുന്നത്. ഇത് പ്ലെയിൻ പോളറൈസ്ഡ്. ഇതിന് പകരം മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എഴുതിയ H ഈക്വൽസ് അല്ലെ B ഈക്വൽസ് B0x സൈൻ 2π/λ ഇൻറ്റു CT മൈനസ് ഇസഡ്. ഇവിടെ കാണുന്നത് ഏത് ലൈനിൽ കൂടെ പ്രോപ്പഗേഷൻ നടക്കുന്നത് എന്ന്. പ്ലസ് ഇസഡ് ഡയറക്ഷനിൽ പോകുമ്പോൾ ഇവിടെ മൈനസ് സൈൻ വരും. മൈനസ് ഇസഡ് ഡയറക്ഷനിൽ ലൈറ്റ് സഞ്ചരിക്കുന്നെങ്കിൽ ഇവിടെ പ്ലസ് ഇസഡ് വരും. നേരെ മറിച്ച് ഇക്വേഷൻ ഇങ്ങനെയാണെങ്കിൽ E ഈക്വൽസ് E0R സൈൻ 2π/λ ഇൻറ്റു CT മൈനസ് ഇസഡ്. ഇവിടെ എക്സ് വൈ ഇസഡ് ഇതെല്ലാം കൂടെ ചേരുന്നത് R. വെക്ടർ R ഈക്വൽസ് XI പ്ലസ് YJ പ്ലസ് ZK. അപ്പോൾ ജനറലായിട്ട് R എന്നാണ് ഇവിടെ കാണുന്നെങ്കിൽ ഈ ഇലക്ട്രിക് ഫീൽഡ് വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു പ്രത്യേക പ്ലെയിനിലാണെന്ന് എടുത്ത് നമുക്ക് പറയാൻ പറ്റില്ല. അത് എക്സ് ഡയറക്ഷനിലാവാം, വൈ ഡയറക്ഷനിലാകാം, എക്സിനും വൈക്കും ഇടയ്ക്കുള്ള ഡയറക്ഷനാവാം, ഏത് ഡയറക്ഷനും ആകാം. അപ്പോൾ ഈ കാണുന്ന ഇക്വേഷൻ അൺപോളറൈസ്ഡ് ലൈറ്റിൻ്റെ ഇക്വേഷൻ. ശ്രദ്ധിച്ചുകൊള്ളണം, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. ഇപ്പോൾ ഇവിടെ E0x വരെ E0y എന്നോ E0z എന്നോ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡയറക്ഷൻ ഇവിടെ കാണിച്ചാൽ അത് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിൻ്റെ ഇക്വേഷൻ. അതിന് പകരം ഇവിടെ R എന്നാണ് കാണിക്കുന്നെങ്കിൽ എക്സ് എന്നോ വൈ എന്നോ ഇസഡ് എന്നോ എടുത്തു പറയാതെ ജനറലായിട്ട് 3 ഡയമെൻഷണൽ ക്വാണ്ടിറ്റി ഡിസ്റ്റൻസ് കോർഡിനേറ്റ് അവിടെ ഇട്ടിരിക്കുന്നതെങ്കിൽ ദിസ് റെപ്രസെൻറ്റ്സ് ഓർഡിനറി ലൈറ്റ് ഓർ അൺപോളറൈസ്ഡ് ലൈറ്റ്. ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഈ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് എങ്ങനെ ഉണ്ടാക്കും? 4 മെത്തേഡ്സ് പറയും. അതിന് മുമ്പായിട്ട് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്, അൺപോളറൈസ്ഡ് ലൈറ്റ്. സാധാരണ വരുന്ന ലൈറ്റൊക്കെ ബൾബിൽ നിന്നൊക്കെ വരുന്ന അൺപോളറൈസ്ഡാണ്. ഇത് കണ്ണുകൊണ്ട് എങ്ങനെ തിരിച്ചറിയാം? അൺപോളറൈസ്ഡ് ലൈറ്റാണ് ഗ്ലെയർ അടിക്കും, കണ്ണ് മഞ്ചും. ഇപ്പോൾ പ്ലെയിൻ പോളറൈസ്ഡ് ആണെങ്കിൽ ഗ്ലെയർ കുറഞ്ഞിരിക്കും. ഇങ്ങനെ നമ്മുടെ അൺഎയ്ഡഡ് ഐ കൊണ്ട് ഈ 2 ലൈറ്റുകളും തിരിച്ചറിയുന്നു. സൂര്യനെ നേരിട്ട് നോക്കുമ്പോൾ ഗ്ലെയറുണ്ട്, നോക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ വെള്ളത്തിലൊക്കെ തട്ടി റിഫ്ലക്ഷൻ ഇമേജ് സണ്ണിൻ്റെ കാണുമ്പോൾ ഗ്ലെയർ കുറഞ്ഞിരിക്കും. സൺഗ്ലാസും ഒക്കെ വെക്കുന്നതിന് വേണ്ടിയാണല്ലോ ഗ്ലെയർ കുറയ്ക്കാൻ. അത് പോളറൈസ്ഡ് ഫിലിമാണ്, പോളറോയിഡ് ഫിലിമാണ്. ഒന്നാമത്തെ മെത്തേഡ്, 4 മെത്തേഡാണ്. ബൈ റിഫ്ലക്ഷൻ ഫ്രം ദി സർഫസ് ഓഫ് എ ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽ. ഗ്ലാസ്, വെള്ളം ഇങ്ങനെയൊക്കെ ഉള്ളതിൻ്റെ സർഫസിൽ നിന്ന് ലൈറ്റ് ഒരു പ്രത്യേക ആംഗിളിൽ റിഫ്ലക്റ്റ് ചെയ്താൽ അത് ആ മെറ്റീരിയലിൻ്റെ സ്വഭാവം അനുസരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന ലൈറ്റ് പ്ലെയിൻ പോളറൈസ്ഡാണ്. ഒരു ഭാഗം റിഫ്ലക്റ്റ് ചെയ്ത് ഒരു ഭാഗം ട്രാൻസ്മിറ്റ് ചെയ്ത് റിഫ്രാക്റ്റ് ചെയ്ത് പോകും. ഇത് രണ്ടും പ്ലെയിൻ പോളറൈസ്ഡാണ്. ഒരു പ്രത്യേക ആംഗിളിൽ വീഴണം എന്ന് മാത്രം. അങ്ങനെയാണ് 100% പ്ലെയിൻ പോളറൈസ്ഡ്. ആ പർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ ആ ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ അല്ലെങ്കിൽ പോളറൈസിങ് ആംഗിൾ എന്ന് വിളിക്കുക. രണ്ടാമത്തെ മെത്തേഡ് ബൈ ഡബിൾ റിഫ്രാക്ഷൻ. ക്വാർട്സ്, കാൽസൈറ്റ് ഇങ്ങനെ ചില ക്രിസ്റ്റൽസ് ഉണ്ട്. ഈ ക്രിസ്റ്റലിൽ കൂടെ ലൈറ്റ് ടൂർമലൈൻ ഇങ്ങനെയൊക്കെയുള്ള ക്രിസ്റ്റലിൽ കൂടെ ലൈറ്റ് കടന്നു പോകുമ്പോൾ 2 റിഫ്രാക്റ്റഡ് ഇമേജസ് ഉണ്ടാകും. അല്ലെ ലൈറ്റ് ഇൻസിഡൻറ്റ് ലൈറ്റ് 2 റിഫ്രാക്റ്റഡ് റേസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഇത് രണ്ടും പ്ലെയിൻ പോളറൈസ്ഡാണ് ഇൻ മ്യൂച്വലി പെർപെൻഡിക്കുലർ പ്ലെയിൻസ്. ഒരു ലൈറ്റിലെ വൈബ്രേഷൻ ഇങ്ങനെയാണെങ്കിൽ റിഫ്രാക്റ്റഡ് ലൈറ്റിലെ മറ്റേ ലൈറ്റിലെ വൈബ്രേഷൻ ഇതിന് പെർപെൻഡിക്കുലർ പ്ലെയിനിലായിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് പ്ലെയിൻ പോളറൈസ്. ഇപ്പോൾ കാൽസൈറ്റ്, ക്വാർട്സ് ഇതെല്ലാം ഡബ്ലി റിഫ്രാക്റ്റിംഗ്
മെറ്റീരിയൽസ്. അപ്പോൾ അത് അങ്ങനെയുള്ള ക്രിസ്റ്റലിൽ കൂടെ ഒരു വസ്തുവിനെ നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിട്ട് കാണാം, രണ്ട് ഇമേജ് കാണാം. ഓർഡിനറി ഗ്ലാസ് മോണോ റിഫ്രാക്റ്റിങ്, ഡബിൾ റിഫ്രാക്റ്റിങ് അല്ല. അതുകൊണ്ട് നമുക്കൊരു ഇമേജ് കാണാൻ പറ്റും. മൂന്നാമത്തെ മെത്തേഡ് ബൈ സെലക്റ്റീവ് അബ്സോർപ്ഷൻ. ടൂർമലൈൻ പോലെ ചില ക്രിസ്റ്റലുകളുണ്ട്, അതിൽ കൂടെ സാധാരണ ലൈറ്റ് കടത്തി വിട്ടാൽ ഒരു പ്രത്യേക പ്ലെയിനിലുള്ള വൈബ്രേഷൻ ഒഴിച്ച് ബാക്കിയുള്ള വൈബ്രേഷൻ എല്ലാം ഇതങ്ങ് അബ്സോർബ് ചെയ്യും. അപ്പോൾ പുറത്തിറങ്ങി വരുമ്പോൾ ആ ഒരു വൈബ്രേഷൻ മാത്രമേ ഉണ്ടാവൂ, ബാക്കിയുള്ളതിനൊക്കെ അബ്സോർബ് ചെയ്യും. അതിനെ ഡൈക്രോയിസം, DICHROISM, ഡൈക്രോയിസം അല്ലെ ഡൈക്രോയിക് ആക്ഷൻ അല്ലെ സെലക്റ്റീവ് അബ്സോർപ്ഷൻ. അങ്ങനെ നമുക്ക് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ഉണ്ടാകും. നാലാമത്തെ മെത്തേഡ് ബൈ സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് ബൈ മോളിക്യൂൾസ് എക്സെട്ര ആൻഡ് സ്മോൾ പാർട്ടിക്കിൾസ്. അതായത് സൺലൈറ്റ് സ്കാറ്റേർഡ് ആകുമ്പോൾ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ഉണ്ടാകും. അതാണ് ആകാശത്തോട്ട്, നീലാകാശത്തോട് നമുക്ക് നോക്കാം, ആകാശത്തേക്ക് വിത്തൗട്ട് ഗ്ലെയർ, ഹിറ്റിംഗ് ദി ഗ്ലെയർ ഇല്ലാതെ നോക്കാം. കാരണം അത് പ്ലെയിൻ പോളറൈസ്ഡ് ആ ഒരു പരിധി വരെ. അപ്പോൾ ഈ 4 മെത്തേഡ്സാണ് മെയിനായിട്ട് ഉള്ളത്. ഇതിൽ നമുക്ക് പ്ലെയിൻ പോളറൈസേഷൻ ബൈ റിഫ്ലക്ഷൻ, ലൈറ്റ് വന്ന് വീഴുന്നത്, ഇത് ഓർഡിനറി ലൈറ്റിൻ്റെ സിമ്പൽ ഒരു ഡോട്ടും ഒരാരും. കുറഞ്ഞ വർഷം 2 വൈബ്രേഷനും അനേകം പ്ലെയിനിൽ വൈബ്രേഷനുള്ള ലൈറ്റ്, അൺപോളറൈസ്ഡ് ലൈറ്റ് ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ ഇങ്ങനെ വൈബ്രേഷൻ കാണാം, ഇങ്ങനെ വൈബ്രേഷൻ കാണാം, ഇങ്ങനെയുള്ള വൈബ്രേഷനുണ്ട്, ഇങ്ങനെയുള്ള വൈബ്രേഷനുണ്ട്, പല വൈബ്രേഷൻസ് ചേരുന്നത് അൺപോളറൈസ്ഡ് ലൈറ്റ്. അതിലൊരു കുറഞ്ഞ വർഷം 2 കാണിക്കുമ്പോൾ അത് ഓർഡിനറി ലൈറ്റിൻ്റെ സിമ്പലായി. ഇത് ഒരു പ്രത്യേക ആംഗിളിൽ വന്ന് ഗ്ലാസിൻ്റെ സർഫസിലോട്ട് വീണാൽ, ഗ്ലാസോ വാട്ടറോ എന്തെങ്കിലും, ഈ റിഫ്ലക്റ്റ് ചെയ്യുന്ന ലൈറ്റ് പ്ലെയിൻ പോളറൈസ്ഡ്, അതിലൊരു വൈബ്രേഷൻ മാത്രമേ ഉള്ളൂ. അത് ഈ പ്ലെയിൻ ഓഫ് ഇൻസിഡൻസ്, അതായത് ഇൻസിഡൻറ്റ് റേയും നോർമലും കൂടെ വരയ്ക്കുന്ന പ്ലെയിൻ ഏതോ അതാ പ്ലെയിൻ ഓഫ് ഇൻസിഡൻസ്. ആ പ്ലെയിൻ ഓഫ് ഇൻസിഡൻസിന് പെർപെൻഡിക്കുലറായിട്ടുള്ള പ്ലെയിനിലാണ് വൈബ്രേഷൻ. ഇത് പ്ലെയിൻ പോളറൈസ്ഡാണ്. ഇത് ട്രാൻസ്മിറ്റഡ് ലൈറ്റാണ്, ഇതും പ്ലെയിൻ പോളറൈസ്ഡാണ്. ഇതിൻ്റെ വൈബ്രേഷൻ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ പ്ലെയിൻ ഓഫ് ഇൻസിഡൻസിൽ തന്നെയാണ്. ഇവിടെ 2 റിലേഷൻ ഓർത്തിരിക്കണം. ഒന്ന്, ഈ ആംഗിളിനാണ് പോളറൈസിങ് ആംഗിൾ അല്ലെ ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ എന്ന് വിളിക്കുക. ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ തീറ്റ പി, ടാൻജൻറ്റ് ഓഫ് ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ ഈസ് ഈക്വൽ ടു മ്യൂ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി മെറ്റീരിയൽ. ഇനി ഇത് തീറ്റ പി ആണെങ്കിൽ ഇതും തീറ്റ പി, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽസ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഇത് 90 ഡിഗ്രി ആയിരിക്കും. ഈ പ്രത്യേക ആംഗിളിൽ ലൈറ്റ് വീണാൽ റിഫ്ലക്റ്റഡ് ലൈറ്റും റിഫ്രാക്റ്റഡ് ലൈറ്റും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. അതാ ബ്രൂസ്റ്റേഴ്സ് ലോ. ഇത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഇത് മൂന്നും കൂടെ കൂട്ടിയാൽ 180 കിട്ടണമല്ലോ. അപ്പോൾ തീറ്റ പി പ്ലസ് 90 പ്ലസ് ആർ ഈക്വൽസ് 180 ഓർ ആർ പ്ലസ് തീറ്റ പി ഈക്വൽസ് 90 ഡിഗ്രി. ബിക്കോസ് ഈ പോളറൈസിങ് ആംഗിളിൽ ലൈറ്റ് വീണാൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും പോളറൈസിങ് ആംഗിളും കൂടെ കൂട്ടിയാൽ 90 ഡിഗ്രി കിട്ടും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പീസ് ഓഫ് നോളജ്. ഇനി പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനത്തിന് നമ്മൾ പോളറോയിഡ് എന്ന് വിളിക്കുന്നത്. പൊതുവെ ഇതൊരു ഫിലിമാണ്, പോളറോയിഡ് ഫിലിംസ്. ഈ കാൽസൈറ്റിൽ നിന്നൊക്കെ അതിൻ്റെ പൊടിയിൽ നിന്നൊക്കെ പൊടിച്ചിട്ട് ഫിലിമാക്കി ഉണ്ടാക്കിയെടുക്കുന്നതാണ് പോളറോയിഡ്സ്. ഈ പോളറോയിഡിൽ കൂടെ പോളറോയിഡിന് ഒരു പ്രത്യേക ഡയറക്ഷനുണ്ട്, ഒരു ആക്സിസ് ഉണ്ട്. അതിന് പാരലായിട്ടുള്ള വൈബ്രേഷനെ മാത്രമേ ഇത് കടത്തി വിടൂ. ഇത് വാതിൽ പോലെ. ഞാനിതൊക്കെ പോളറൈസേഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്ന പോസ്റ്റിംഗ് എടുത്ത് നോക്കി എനിക്ക് വിശദമായിട്ട് കുറച്ചുകൂടെ സമയമുണ്ടല്ലോ. ഇപ്പോൾ അൺപോളറൈസ്ഡ് ലൈറ്റ് ഇതിലോട്ട് കടന്നു വീണാൽ പുറത്ത് വരുമ്പോൾ അത് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്. അൺപോളറൈസ്ഡ് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ഐ ആണെങ്കിൽ പുറത്ത് വരുന്ന പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി I0 ഈക്വൽസ് I/2 ഇതിൻ്റെ ഹാഫ് ആയിരിക്കും. അൺപോളറൈസ്ഡ് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയുടെ ഹാഫ് ആയിരിക്കും എപ്പോഴും പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി. ഇത് പ്രധാനപ്പെട്ട ഒരു പീസ് ഓഫ് നോളജാണ്. ഇനി 2 പോളറോയിഡ്സ് ഉപയോഗിച്ചാൽ ആദ്യത്തേതിനെ പോളറൈസർ എന്നും രണ്ടാമത്തേതിനെ അനലൈസർ എന്നും വിളിക്കും. ഏത് ആക്സിസിന് പാരലായിട്ടുള്ള വൈബ്രേഷനാണോ കടത്തിവിടുന്നത് ആ ആക്സിസിനെയായി പോളറോയിഡിൻ്റെ പാസ് ആക്സിസ് എന്ന് വിളിക്കുക. അപ്പോൾ
ഇതിലോട്ട് അൺപോളറൈസ്ഡ് ലൈറ്റ്, ഓർഡിനറി ലൈറ്റ് വന്ന് വീണു. അതിൻ്റെ ഇൻറ്റൻസിറ്റി I1 എങ്കിൽ ഇതിൽ നിന്നും പുറത്ത് വരുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി I0 ഈക്വൽസ് I1/2. ഇതിൽ നിന്നും, ഇത് അനലൈസറാ, ഇതിൽ നിന്നും പുറത്ത് വരുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി I ഈക്വൽസ് I1. ഇതിൽ വന്ന് വീണ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി I0. ഇതിലോട്ട് വന്ന് വീണ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി I0. I0 ഈസ് I1/2. ഈ I0 ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ. ഇതാണ് മാലസ് ലോ, MALUS, മാലസ് ലോ. അപ്പോൾ ഒരു പോളറോയിഡ് ഒരു പോളറോയിഡ് കടത്തി വിടുന്ന അനലൈസറും പോളറൈസറും അനലൈസറും കൂടെ ഒരു കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ ഈ അനലൈസർ കടത്തി വിടുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി പോളറൈസർ കടത്തി വിടുന്ന ഇൻറ്റൻസിറ്റി ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ. തീറ്റ ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ ദി ടു പാസ് ആക്സസ് ഓഫ് ദി പോളറൈസർ ആൻഡ് പാസ് ആക്സിസ് ഓഫ് ദി അനലൈസർ. ഈ രണ്ട് ആക്സസിനിടയ്ക്കുള്ള ആംഗിളാണ് തീറ്റ, കോസ് സ്ക്വയർ തീറ്റ. ഇത് വെച്ചുകൊണ്ട് നമുക്ക് എത്ര പോളറോയിഡ് പറഞ്ഞാലും ആൻസർ ചെയ്യാം. അത് നമ്മൾ ചോദ്യത്തിൽ കാണും, ക്വസ്റ്റ്യനിൽ കാണുക. ചോദ്യം ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം. പിന്നെ അടുത്തത് ഡിഫ്രാക്ഷൻ. ബേസ് മാത്രം ഒന്ന് അറിഞ്ഞാൽ മതി. ഏതെങ്കിലും ഒരു ഷാർപ്പ് എഡ്ജ്, വളരെ നാരോ ആയിട്ടുള്ള സ്ലിറ്റ്, ഇതിൽ കൂടെയൊക്കെ ലൈറ്റ് കടന്നു പോകുമ്പോൾ ഒന്ന് വളയും, സ്ട്രെയിറ്റ് ലൈൻ പാത്തിൽ നിന്നൊന്ന് മാറും. അതാണ് ഡിഫ്രാക്ഷൻ. അതിലൊരു സിംഗിൾ സ്ലിറ്റിൽ കൂടെ കളഞ്ഞ് ഞാൻ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് ഒരു പോസ്റ്റിങ്ങിൽ. സിംഗിൾ സ്ലിറ്റ് ഡിഫ്രാക്ഷൻ. സിംഗിൾ സ്ലിറ്റ് ഡിഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ ലൈറ്റ് സ്ലിറ്റിൻ്റെ വിഡ്ത്ത് A, അതിൽ കൂടെ ലൈറ്റ് കടന്നു വന്ന് സ്ക്രീനിൽ വീഴുന്നു. നേരെ വരുന്ന ഭാഗത്തൊരു വളരെ ബ്രൈറ്റായിട്ട് ലൈറ്റ് കാണാം, ബെൻഡ് ചെയ്യാത്ത ലൈറ്റാണ്. പിന്നെ ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ബെൻഡ് ചെയ്യുന്നുണ്ട് പല ആംഗിളിൽ, എന്നിട്ട് പല ഇൻറ്റൻസിറ്റിയിലാണ് സ്ക്രീനിൽ എത്തിച്ചേരുന്നത്. ഏറ്റവും കുറഞ്ഞ ഇൻറ്റൻസിറ്റി ആദ്യം കാണുന്ന ഇവിടെ, ഇതിനെ സെൻട്രൽ ബ്രൈറ്റ് എന്ന് വിളിക്കും, ഏറ്റവും ഇൻറ്റൻസിറ്റി കൂടിയ സാധനം. അത് കഴിഞ്ഞ് ഒരു ഡാർക്ക് റീജിയൺ, ലോ ഇൻറ്റൻസിറ്റി റീജിയൻ കാണാം, അതിനെ ഫസ്റ്റ് ഡാർക്ക്നെസ്സിന് പറയുക. ആ ഫസ്റ്റ് ഡാർക്ക്നെസ്സിനുള്ള കണ്ടീഷൻ ഇതാ, A sin θ ഈക്വൽസ് ലാംഡ. ഇതിലേക്ക് സ്ക്രീനിൽ ഈ സെൻറ്ററിൽ നിന്ന് ഈ ഫസ്റ്റ് ഡാർക്കിലേക്കുള്ള ദൂരം x1 ഈക്വൽസ് D ഇൻറ്റു തീറ്റ. ഈ തീറ്റ റേഡിയനിലാണ്. x1 ഈക്വൽസ് D തീറ്റ. തീറ്റ ചെറുതാണെങ്കിൽ സൈൻ തീറ്റ ഈക്വൽ തീറ്റ എന്ന് എടുക്കാം. സോ A സൈൻ തീറ്റ എന്നുള്ളത് A തീറ്റ ഈക്വൽസ് ലാംഡ. therefore തീറ്റ ഈക്വൽസ് ലാംഡ ബൈ A. സോ ദാറ്റ് x1 ഈക്വൽസ് D ഇൻറ്റു ലാംഡ ബൈ A, അല്ലെങ്കിൽ ലാംഡ D ബൈ A. ഇതുപോലെ സെക്കൻഡ് ഡാർക്ക് എന്ന് പറയുമ്പോൾ A സൈൻ തീറ്റ ഈക്വൽസ് 2 ലാംഡ എന്ന് എടുക്കണം. തേർഡ് ഡാർക്കാണ് 3 ലാംഡ ആൻഡ് സോ ഓൺ. അപ്പോൾ ജനറലായിട്ട് ഡിഫ്രാക്ഷൻ മിനിമത്തിൻ്റെ ഇക്വേഷൻ സിംഗിൾ സ്ലിറ്റിലെ A സൈൻ തീറ്റ ഈക്വൽസ് n ലാംഡ, വേറെ n ഈക്വൽസ് 1 2 3 4 എക്സെട്ര. 0 ഇടല്ല, 0 ഇട്ടാൽ സെൻറ്ററിലെ ബ്രൈറ്റ് ആയി പോകും. അപ്പോൾ ഇതാണ് ഡിഫ്രാക്ഷൻ മിനിമം. പിന്നെ ഡിഫ്രാക്ഷൻ നടക്കണമെങ്കിൽ ആ ഡിഫ്രാക്ഷൻ സെൻറ്റർ, അതായത് സ്ലിറ്റോ ഷാർപ്പ് എഡ്ജോ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സൈസ് ഈ വരുന്ന വേവ് ലെങ്ത്, ലൈറ്റിൻ്റെ വേവ് ലെങ്ത്തിൻ്റെ ഓർഡറിലായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. താങ്ക് യു.